നമസ്കാരം പ്രേക്ഷകരെ, എമ്പുരാൻ വരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ ട്രെയിലറിലും കണ്ടതാണ് ആ പോസ്റ്ററിനെ പറ്റി. അല്ലാണ്ട് ഒരു പോസ്റ്റർ റിലീസ് ചെയ്തതാണ്. ഒരാൾ ഒരു കറുത്ത കോട്ടും ധരിച്ച് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. അയാളുടെ ഫേസ് ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല. പല ഊഹാപോഹങ്ങൾ, സംശയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഹോളിവുഡ് താരം റിക് യൂനി എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ നമുക്ക് റിക് യൂനി എന്നുള്ള സാധ്യത നമുക്കൊന്ന് തള്ളിക്കളയാം. കാരണം തൽക്കാലത്തേക്ക് മാത്രമായിട്ട്. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ആവാതെയും ഇരിക്കാം. പക്ഷേ ആ സാധ്യത തള്ളിക്കളയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും സസ്പെൻസോടുകൂടി ഈ അണിയർ പ്രവർത്തകർ ഒരു ക്യാരക്ടറിനെ പുറത്ത് വിടുമ്പോഴേക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെയധികം അടുപ്പം തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം അത് എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ ഒരു തോന്നലിൻ്റെ പുറത്താണ് അതൊന്ന് മാറ്റിവെക്കാമെന്ന് പറയുന്നത്. റിക് യൂനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഉൾപ്പെടെയുള്ള സിനിമകളിലൊക്കെ പരിചിതനാണെങ്കിൽ പോലും സാധാരണയായ മലയാളി പ്രേക്ഷകർക്ക് റിക് യൂനി ആരാണെന്നോ ഏതൊക്കെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടോ ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് ആ സാധ്യത മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഇന്ത്യൻ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു 3 താരങ്ങളെ നമുക്ക് അതിലേക്ക് പ്ലേസ് ചെയ്യാം. അല്ലാതെ സംസാരമാകുന്ന 3 താരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഫഹദ് ഫാസിലാണ്. നമ്മൾ ഒരു മലയാളി താരം ഫഹദ് ഫാസിൽ ഈ സിനിമയിലേക്ക് എത്തുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല പൃഥ്വിരാജിൻ്റെ ഒരു ചിത്രത്തിൽ ഫഹദ് ഫാസിൽ മുമ്പ് അഭിനയിച്ചിട്ടുമില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇതിലേക്ക് വരുമ്പോഴേക്കും ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. മാത്രമല്ല ആ ഒരു ബോഡി നേച്ചറൊക്കെ കാണുമ്പോഴേക്കും ഒരു ഫഹദ് ഫാസിൽ ഒരു കട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായം. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞത് ഫഹദ് ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ വെക്കേണ്ട കാര്യമില്ല, ഫേസ് റിവീൽ ചെയ്തേനെ എന്നുള്ളതാണ് പൃഥ്വിരാജിൻ്റെ വാക്കുകൾ. പക്ഷേ അത് പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയുകയും വേണ്ട, സ്വീകരിക്കുകയും വേണ്ട. കാരണം സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ആ സസ്പെൻസ് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി സംവിധായകർ അങ്ങനെ പലതും പറയും. ഉദാഹരണത്തിന് എബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് തൊട്ട് മുന്നേ പോലും മമ്മൂട്ടി ഉണ്ടോ എന്ന് ജയറാമിനോട് ചോദിച്ചപ്പോൾ ജയറാം പറഞ്ഞത് മമ്മൂട്ടി ഇല്ല എന്നുള്ളതാണ്. പക്ഷേ സിനിമയിൽ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അണിയർ പ്രവർത്തകർ അങ്ങനെ പലതും നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി പറയും. അതുകൊണ്ട് അത് കണക്കിലെടുക്കേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് ഫഹദ് ഫാസിൽ നമുക്ക് ഇപ്പോഴും ഒരു വശത്തേക്ക് വെക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ അമീർ ഖാനാണ്. അമീർ ഖാനിനുണ്ടാകുന്ന സാധ്യതകൾ എന്തുള്ളതാണ്? ഒരു വില്ലനായി, ഒരു ഹിന്ദിയിലെ പ്രധാനപ്പെട്ട ഖാൻമാരിൽ ഒരാൾ വന്ന് മലയാളത്തിൽ ഒരു വില്ലനായി റോൾ ഏറ്റെടുക്കുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും അമീർ ഖാൻ്റെ സഹോദരി ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം അമീർ ഖാനുമായി താൻ നടത്തിയൊരു കോൺവെർസേഷനെ കുറിച്ചാണ്. അതിൽ പറഞ്ഞിരുന്നത് തൻ്റെ സഹോദരി എങ്ങനെയുണ്ട്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ, എങ്ങനെ വരുന്നുണ്ട് സിനിമയിൽ എന്ന് അമീർ ഖാനും സംവിധായകൻ പൃഥ്വിരാജും തമ്മിൽ നടത്തിയ ഒരു ചർച്ചയാണ്. സാധാരണ അമീർ ഖാൻ്റെ സഹോദരി ഇതിനു മുമ്പും പല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. ബട്ട് എന്തായാലും ഇങ്ങനൊരു കോൺവെർസേഷൻ സംഭവിക്കണമെങ്കിൽ എമ്പുരാനുമായി അമീർ ഖാൻ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രത്തിൽ അമീർ ഖാൻ എത്തുകയാണോ എന്നുള്ളൊരു സംശയവും ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. വീണ്ടും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ ഒരു കട്ടിൽ അമീർ ഖാൻ ഉണ്ടാകുന്ന സാധ്യതകൾ നമുക്ക് തള്ളിക്കളയേണ്ട. മൂന്നാമത്തെ ഓപ്ഷൻ മഹേഷ് ബാബുവാണ്. നിലവിൽ മഹേഷ് ബാബു, രാജമൗലി, പൃഥ്വിരാജ് ചിത്രമാണ് നിലവിൽ ഒഡീഷയിലെ ഫസ്റ്റ് ഷെഡ്യൂൾ പൂർത്തിയാക്കിക്കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. രാജമൗലിയുടെ ചിത്രത്തിൽ മഹേഷ് ബാബുവും പൃഥ്വിരാജ് സുകുമാരനുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മഹേഷ് ബാബുവിനെ ഇങ്ങോട്ടേക്ക് അതിന് മുമ്പ് കൊണ്ടെത്തുകയാണോ പൃഥ്വിരാജ് എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. പക്ഷേ ഈ 3 താരങ്ങളെയും ചുറ്റിപ്പറ്റിക്കൊണ്ട് പല വ്യൂഹങ്ങളും നടക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട വില്ലൻ, പ്രത്യേകിച്ച് 3ാം ഭാഗത്തിലേക്ക് വരുമ്പോഴേക്കും ഈ വില്ലനായിരിക്കാം കൂടുതൽ പ്രസക്തി. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു താരം, മലയാളികൾക്കെല്ലാം സുപരിചിതനായ ഒരു താരത്തെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ തന്നെയാണ് റിക് യൂനിക്ക് കൂടുതൽ സാധ്യതകൾ കൂടി കണക്കിലാകുന്നത് മറുവശത്ത്. കാരണം പല ഹോളിവുഡ് താരങ്ങളും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ റിക് യൂനിയുടെ സാധ്യതയും പ്രേക്ഷകർ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ 3 ഘട്ടത്തിലും ഈ 3 പേരുകളും ഉയർന്നു കേൾക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ആരായിരിക്കും എന്നത് അറിയാൻ മാർച്ച് 27 രാവിലെ 6 മണി വരെ കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷേ എന്തായാലും ചർച്ചകളെല്ലാം ഇങ്ങനെ തുടരുകയാണ്. അതിൽ പല ഡീകോഡിങ്ങുകളും നടക്കുന്നുമുണ്ട്. കൃത്യമായി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.